ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ 2 പ്രാവശ്യം എടുത്തത് എഡിറ്റ് ചെയ്തതും രണ്ടും കട്ടായി പോയി. അതിനുശേഷം ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കൂട്ടുകാരെ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഉത്സവത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ അവിടത്തേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോള് എൻ്റെ ബാക്കിൽ വന്നിരുന്നു. അവൾ പറഞ്ഞു, അമ്മ ഇനി സംസാരിച്ചു, ഞാൻ ഇവിടെ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം വീഡിയോയിൽ വേറെ ഒന്നുമല്ല, ഇന്ന് തട്ട നിവേദ്യം വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. അപ്പോൾ ഈ ഘോഷയാത്ര പോയത് 6:30-ക്കാണ്. അപ്പോൾ ഇന്ന് തിരിച്ച് വരുമ്പോൾ രാത്രി ഒരു 11:30 മണിയൊക്കെ ആവും. 11:30 ആവുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. ചിലപ്പോൾ 9:30 10 മണി എന്നൊക്കെയാണ് പ്രതീക്ഷ. പക്ഷേ ഇന്ന് എത്തിയപ്പം 11:30 മണിയായി. അപ്പോൾ അന്ന് ആ ഘോഷയാത്രയുടെ കൂടെ വന്ന ആൾക്കാരാണ് ഇവരെ. അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയെ പേടിപ്പിച്ച് അമ്മ പേടിച്ച് ഓടിക്കളഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു, അമ്മ പേടിക്കേണ്ട, അതൊരു കൊച്ചാളാണ് അതിൻ്റെ അകത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവനത് കണ്ട്, അവൻ നേരത്തെ നമ്മളത് കണ്ട് പേടിക്കാത്തതുകൊണ്ടിട്ട് അവന് നമ്മളെടുത്തോട്ട് വന്നില്ല. അവൻ അമ്മയെ പേടിപ്പിച്ച് അമ്മയെടുത്ത് ചെന്നപ്പോൾ അമ്മ പേടിച്ച് ഓടിക്കളഞ്ഞു കേട്ടോ. തിരിച്ച് അവൻ അങ്ങോട്ട് പോവുകയാണ്. പാവം, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വിഷങ്ങൾ കിട്ടുന്ന ആൾക്കാരല്ലേ. പോട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാദ്യമേളവും ചെണ്ടമേളവും എല്ലാം വരെയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട്, ഈ കാഴ്ചകളെല്ലാം കണ്ട്, ഇതെല്ലാം ഈ കൗതുക കാഴ്ചകൾ കാണേണ്ടതാണ്. നമുക്ക് ദൂരെ ഒരിടവും പോകണ്ട, ബസ് കയറി പോയി ചെന്ന് കാണണ്ട. ഇതെല്ലാം മുറ്റത്ത് നിന്ന് കാണേണ്ട ഒരു ഭാഗ്യം ദൈവം തന്ന് അടുത്ത വർഷവും കാണണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ, എൻ്റെ മക്കളും അമ്മയും എൻ്റെ അനിയത്തി എല്ലാവരും നിൽക്കുകയാണ്. അപ്പം മേളക്കാരെല്ലാം വന്ന് അവർ പോയപ്പോഴും അവർ കണ്ട്, നമ്മൾ ആ ഭാഗത്ത് ചെന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇപ്രാവശ്യം നമ്മളെ മുറ്റത്തൂടെയാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ അവരവിടെ നിന്ന് മേളം അടിക്കുകയാണ്. കാരണം അവർ നോക്കുമ്പോൾ വീഡിയോ എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അവരവിടെ നിന്ന് കുറേ നേരം മേളം അടിച്ചിട്ട് അവർ പോയി കണ്ട. അവർ ആ ക്യാമറ നോക്കിക്കൊണ്ടൊന്ന് ബഹളം വയ്ക്കണം. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് പിന്നെ പറ വയ്ക്കണവരെ പേരൊക്കെ എഴുതും, നാളെ എഴുതും, പറ എടുക്കണം. ഇതാണ് ഞങ്ങളുടെ നിറപറ തട്ടം. അപ്പോൾ ഞങ്ങളുടെ തട്ടം കണ്ടല്ലോ, ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ. അപ്പം ഞാൻ അണ്ണൻ്റെ പേരാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരാൾ വരും, പിന്നെ നാളികേരം പൊട്ടിച്ച് വെച്ചിട്ട് അതിനെ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ കത്തിച്ചിട്ട് പറ എടുക്കുന്ന ആളിൻ്റെ കൊണ്ട് പറ എടുപ്പിക്കണം. അപ്പം പറ എടുക്കുന്ന ആരെന്നറിയാം, ഇപ്രാവശ്യം എൻ്റെ അണ്ണനായിരുന്നു. അപ്പോൾ അണ്ണനില്ലാത്തതുകൊണ്ട് അണ്ണന് വേണ്ടി ഞാനാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ആ പറയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ പറ എടുത്ത് കഴിഞ്ഞത് അമ്മ അടുത്തെത്തിയപ്പോഴത്തേക്ക് പിന്നെ നിറപറ പൂജിച്ചതിന് ശേഷം അന്നത്തെ ഈ ഒരു വർഷത്തെ ഉത്സവം നിന്ന് അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പറയെടുക്കാനായിട്ട് ആൾ വന്ന് ഇനി ഇതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മളെ മുറ്റത്തൂടെ ഇതൊക്കെ വരണതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. അപ്പം ചെണ്ടമേള ഇതാണ് പറയ്ക്കുള്ള, ദേവി വരുമ്പോഴുള്ള ചെണ്ടമേള. ഇത് മറ്റേത് വാദ്യമേള അവരങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഈ ചെണ്ടമേള പറയെടുത്തപ്പം അവർ ചോദിക്കണം വേറെ ആരുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ ഉള്ളെന്ന് പറഞ്ഞ് പറയൊക്കെ എടുക്കുന്നു. എനിക്ക് ഇത് ഭയങ്കര സന്തോഷം. എന്താ ഒരു മടിയില്ലായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെ മാറ്റിയിരിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ അവർ ചോദിക്കണം ആരെങ്കിലും ഉണ്ടോ, ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് അമ്മ അടുത്തെത്തി. അമ്മ വന്ന് തട്ടം സ്വീകരിച്ച് സന്തോഷം. അപ്പം നമ്മുടെ തട്ടം നന്നായിട്ട് നമ്മുടെ ഇത് എല്ലാ സ്ഥലത്തു നിന്നും ഇതുപോലെ കിട്ടും. പക്ഷേ നമ്മുടെ തട്ടം സ്വീകരിച്ച് നമുക്ക് സന്തോഷമായി കൂട്ടുകാരെ. ഇനി ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതുപോലെ അമ്മ നമ്മുടെ മുറ്റത്തൂടെ പോണത് അതൊക്കെ ഒരു അനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ്. അതൊക്കെ ആ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കാണാനും കേൾക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, എൻ്റെ ഹാരം കൊള്ളാവോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഭഗവതിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാണ് റോസാഹാരം. അപ്പോൾ അത് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തേക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം കൂട്ടുകാരെ. അപ്പോൾ കാണാതിരിക്കൽ, കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസാണ് ഞാൻ കട്ട് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടത്. അപ്പോൾ എല്ലാവരും ചേച്ചിക്കുന്ന നല്ല സപ്പോർട്ട് സൈഡൊക്കെ ചെയ്യുന്ന കൂട്ടുകാരെ കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് കണ്ടുകൊണ്ട് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം ഞാൻ വരാം കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഈ തട്ടം നേദിച്ചതിന് ശേഷം ആഹാരം നമുക്ക് വേറെ ആരെങ്കിലും ഇട്ടത് നമുക്ക് തരും കേട്ടോ. പക്ഷെ ഞാനിട്ടത് ആർക്കും കൊടുത്തില്ല. അതൊരു ഭാഗ്യമാണ്. അത് ദേവി തന്നെ സ്വീകരിച്ച് അമ്പലത്തിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ നിവേദ്യം ദേവി സ്വീകരിച്ചിട്ട് ഒരു ഹാരം പൂവും നമുക്ക് തന്നെ. അത് തരുന്ന മുമ്പേ ശാന്തി പറഞ്ഞ് പൂവ് അമ്മയ്ക്ക് ദേഹത്ത് ഈ ഉതിർപ്പൂ ചാർത്തണമല്ല, ഉതിർപ്പൂ ചാർത്തിയതിന് ശേഷമാണ് ഹാരം നമുക്ക് തന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ. ഇതൊക്കെ അടുത്ത് നിന്ന് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട, ഇതെനിക്ക് തന്ന് സന്തോഷമായില്ലേ?